ഓക്കെ ഓക്കെ മക്കൾസ്. അപ്പം നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയമാണ്. 2 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം വേറൊരു കാര്യം കൂടെ, നമുക്ക് ഫുൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഇൻസ്റ്റയുടെ വീഡിയോൻ്റെ തൊട്ട് താഴെ, റീലിൻ്റെ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറണം. 2 ചാപ്റ്റേഴ്സിനെ വെച്ച് നമ്മൾ ചെയ്യുന്നുള്ളൂ. 2 ചാപ്റ്റേഴ്സ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ 7 മിനിറ്റ്സോ അല്ലെങ്കിൽ 5 മിനിറ്റ്സോ ഒക്കെ നമുക്ക് വീഡിയോസ് ഉള്ളൂ. സോ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. നമ്മുടെ യൂട്യൂബ് ചാനലായിരിക്കും നമ്മളത് ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മൾ ഫുൾ വീഡിയോ അപ്ലോഡ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ അത് 7 മിനിറ്റ്സ് ഓർ 5 മിനിറ്റ്സ് ഒക്കെ നമുക്കുള്ളൂ. സോ അപ്പോൾ നമുക്ക് തെർമോഡൈനാമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, ഓക്കെ, എക്സാം ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ദെൻ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ഓക്കെ സെറ്റാണ്, നിങ്ങളുടെ എക്സാം പാസ്സാവും. ഓക്കെ, ഉറപ്പാണ് കേട്ടോ മക്കൾസ്. സോ ദെൻ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റംസ്. ഏതൊക്കെ സിസ്റ്റംസാണ്? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, ദെൻ ഈ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ പഠിക്കണം. എനർജി ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം, അതായത് എനർജി ബേസിലെ സിസ്റ്റത്തെ അല്ലെങ്കിൽ പിന്നെ മാറ്ററിൻ്റെ ബേസിൽ സിസ്റ്റത്തെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നാണ്. മാറ്ററും എനർജി ബേസിലും സിസ്റ്റം ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഈ 3 ക്ലോസ്ഡ്, ഓപ്പൺ, അതുപോലെ ഐസൊലേറ്റഡ് പഠിക്കണം 3. ദെൻ അടുത്തത് പിന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ബേസിൽ മൈക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് എന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് മൈക്രോസ്കോപ്പിക് സിസ്റ്റം, എന്താണ് മൈക്രോസ്കോപ്പിക് വിത്ത് എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ലേശം എക്സാമ്പിൾ ഇൻറ്റേർണൽ എനർജി, ടെമ്പറേച്ചർ, അങ്ങനെ ലേശം എക്സാമ്പിൾ എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് ഏത് സിസ്റ്റമാണ്, ഏത് ടൈപ്പ് ഓഫ് സിസ്റ്റമാണ്. ദെൻ എക്സ്റ്റെൻസീവ് ആണോ ഇൻറ്റൻസീവ് ആണോ, ഇൻറ്റൻസീവും കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ പഠിക്കണം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ എന്നിട്ട് എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവും ചോദിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങൾ വിത്ത് എക്സാമ്പിൾസ് അടക്കം നിങ്ങൾ പഠിക്കണം. ഒന്ന് സിസ്റ്റംസ്, മാറ്ററിൻ്റെ എനർജീൻ്റെ ബേസിൽ സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്യുന്നു. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ബേസിൽ സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്യുന്നു. പിന്നെ മൈക്രോസ്കോപ്പിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ട് എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവ് എന്ന് പറയുന്നു. അതുപോലെ സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ. ഇത്രയും കാര്യം വിത്ത് എക്സാമ്പിൾസ് അടങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ വർക്കും ഹീറ്റും തമ്മിലുള്ള റിലേഷൻ പഠിക്കണം. അതുപോലെ വർക്കും ഹീറ്റും എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അത് -Q, അതായത് നമ്മൾ ഹീറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ Q എന്നാണ്. ദെൻ Q പോസിറ്റീവ് ആയാൽ എന്ത് ചെയ്യും, അതുപോലെ പിന്നെ ഹീറ്റ് അബ്സോർവ് ചെയ്യോ, ഹീറ്റ് എവോൾവ് ചെയ്യോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതുപോലെ വർക്കിൻ്റെ എക്സ്പാൻഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്, -2.303 nRT log V2/V1. അത് വെച്ചൊരു പ്രോബ്ലം ചോദിക്കും, ഉറപ്പാണ്. ഓക്കെ, വർക്ക് എക്സ്പാൻഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം ഉറപ്പാണ്. -2.303 nRT log V2/V1. V1 V2 എന്ന് പറഞ്ഞാൽ വോളിയൂംസ് ആണ്, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ വോളിയൂംസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, 6 ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, 8.314 എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റൻ്റ്, T ടെമ്പറേച്ചർ ആണ്. സോ ഇത് നിങ്ങൾ നല്ലപോലെ പഠിക്കണം. ദെൻ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് വർക്ക് പഠിക്കണം പറഞ്ഞു. വർക്കിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, വർക്കിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണം. പിന്നെ ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, രണ്ടും നമ്മൾ റിലേഷനും പഠിക്കണം. അത് എന്താണെന്നും കൂടെ പഠിക്കണം. ഇൻറ്റേർണൽ എനർജി, ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഫിക്സ്ഡ് എനർജി ഉണ്ടാവും. സോ ഇതിനെ വിളിക്കുന്നവരാണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. എന്താണ് എൻതാൽപ്പി? ഹീറ്റ് ചേഞ്ചിൻസിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി. അത് ഒരു 1 മോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ 1 മോൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈ ചേഞ്ചസ് ഉണ്ടാവും. സോ അപ്പോൾ ഒക്കെ ഈ ചേഞ്ചസിനെ വിളിക്കുന്നവർ എൻതാൽപ്പി എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസും പഠിക്കണം. ഡിഫറെൻറ്റ് ടൈപ്പ് എൻതാൽപ്പി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, ദെൻ അടുത്ത SS ലോ, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഡിഫൈൻ SS ലോ, സ്റ്റേറ്റ് SS ലോ എന്ന് ചോദിക്കും. അതിന് വിത്ത് ഒരു പ്രോബ്ലം ചോദിക്കും. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള CH4ൻ്റെ പ്രോബ്ലം ചോദിക്കാൻ കൂടുതൽ സാധ്യത ഉള്ളു. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കണം, CH4ൻ്റെ പ്രോബ്ലം ചോദിക്കാൻ വളരെയധികം സാധ്യതയാണ്. നിങ്ങൾ പഠിക്കണം CH4ൻ്റെ പ്രോബ്ലം, SS ലോ വെച്ചുള്ള പ്രോബ്ലം. അപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക SS ലോ, അതിൻ്റെ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും SS ലോ. സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത് പ്രോബ്ലം, ഒരു 3 ഇക്വേഷൻ തന്നു, അതിൻ്റെ എൻതാൽപ്പിയും തരും, എന്നിട്ട് സോൾവ് ചെയ്തിട്ട് CH4ൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെ 2-3 എക്സാമ്പിൾസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം. അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ലാറ്റിസ് എൻതാൽപ്പി ഡയഗ്രാം ഓഫ് NaCl. Na എങ്ങനെയാണ് Na+ ആവുന്നത്, Cl എങ്ങനെയാണ് Cl- ആവുന്നത്, ഇത് രണ്ടും കൂടി കൂടിച്ചേർന്ന് എങ്ങനെയാണ് NaCl ആവുന്നത്. അതിന് ലാറ്റിസ് എൻതാൽപ്പി ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, പഠിക്കണം. ഓക്കെ, ബോൺ ഹെർബർ സൈക്കിൾ, സോ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കണം. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻട്രോപ്പി വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ക്രൈറ്റീരിയ ഓഫ് എൻട്രോപ്പി പഠിക്കണം. അതുപോലെ സ്പോണ്ടേനിയസ്, നമ്മളോട് പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് സ്പോണ്ടേനിയസ്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഫീസിബിൾ ആണോ, ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കും. അപ്പോൾ ചോദിക്കുന്ന റിയാക്ഷൻ ഫീസിബിൾ ആണോ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആണോ. അപ്പോൾ നമ്മളവിടെ നോക്കുന്ന ഗിബ്സ് എനർജി എന്ന സാധനമുണ്ട്, ΔG. ഓക്കെ, ΔG നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ഫീസിബിൾ ആണ്. ഓക്കെ, ΔG നെഗറ്റീവ് ആണെങ്കിൽ, ΔG പോസിറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസും അല്ല ഫീസിബിളും അല്ല. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു റിയാക്ഷൻ ഫീസിബിൾ ആണോ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആണോ. അപ്പോൾ ΔGയുടെ വാല്യൂ നോക്കിയപ്പോൾ ΔGയുടെ ഇക്വേഷൻ, ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടല്ല ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഇക്വിലിബ്രിയം പഠിക്കാനുള്ള ഫോർവേഡ് റിയാക്ഷൻ.
എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ, അതുപോലെ എന്താ റിവേഴ്സിബിൾ, എന്താ ഇറിവേഴ്സിബിൾ, എന്താണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം, എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ 4 ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയാണ് ഐസ് എങ്ങനെ വാട്ടർ ആവുന്നത്, വാട്ടർ എങ്ങനെ വാട്ടർ വേപ്പർ ആവുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഇനി കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് പറയുന്നതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഒരു ഗ്രാഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഈക്വൽ ആയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അതിൽ 2 ലോസ് ഉണ്ട്. ഒന്ന് ഇക്വിലിബ്രിയം ലോയും ഉണ്ട്, ഒന്ന് ഹെൻറീസ് ലോയും ഉണ്ട്. ഈ 2 ലോസും ഹെൻറീസ് ലോൻ്റെ ആപ്ലിക്കേഷനും പഠിക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ് ഉയരം കൂടുന്തോറും അനോക്സിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. സോ എന്നുള്ള റീസൺ എന്താണ്, അത് ഹെൻറീസ് ലോ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുന്നതാണ്. അല്ലെങ്കിൽ സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ വാട്ടറൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിട്ട്, അതായത് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒക്കെ കേസിൽ. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ നോക്കണം. അപ്പോൾ ഇക്വിലിബ്രിയം ലോയും ഹെൻറീസ് ലോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ ഡെറിവേഷൻ, കെ പിയും കെ സിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. ഓക്കെ, അത് പഠിക്കണം. കെ പി = KC RT⁻⁴ ആ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണം. അത് വെച്ച് പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള പ്രോബ്ലം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആസിഡ് ബേസ് കൺസെപ്റ്റുകളാണ്. ഓക്കെ, 3 കൺസെപ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോവർ കൺസെപ്റ്റാണ്. സോ ആ കൺസെപ്റ്റ് പറയുന്നത് കോഞ്ചുഗേറ്റ് ബേസും കോഞ്ചുഗേറ്റ് ആസിഡുമാണ്. കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ആസിഡ് -H+ ആണ് കോഞ്ചുഗേറ്റ് ബേസ്. ആസിഡ് ബേസ് +H+ ആണ് കോഞ്ചുഗേറ്റ് ആസിഡ്. ഓക്കെ, എന്താ ആസിഡ് -H ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ബേസും, ആസിഡ് ബേസ് +H+ ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ആസിഡും. സോ മറന്നു പോയത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ചോദിക്കും. അതുപോലെ അറൈനസ് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിക്കും, അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ലൂയിസ് കൺസെപ്റ്റിലോ ആസിഡിൻ്റെ ബേസസ് ഏതൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് നല്ലപോലെ പഠിച്ചുകൊണ്ട് ഇതിൽ 3 ഏതെങ്കിലും ഉറപ്പായിട്ട് ചോദിക്കും. സെക്കൻഡ് വൺ ഉറപ്പാണ് കോഞ്ചുഗേറ്റ് ബേസും കോഞ്ചുഗേറ്റ് ആസിഡും. അതുപോലെ തന്നെ pHൻ്റെ കാര്യങ്ങൾ. ഓക്കെ, pH എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങൾ ഒരു പ്രോബ്ലം വളരെയധികം ഇമ്പോർട്ടൻ്റ് ചോദിക്കും. അതുപോലെ വാട്ടറും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ഒരു റിലേഷനുണ്ട്, അതും പഠിക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ്. കിബ്സ് എനർജി വെച്ചുള്ള ഇക്വേഷനും. ഇത്രയാണ് മെയിനായിട്ട് ഇക്വിലിബ്രിയത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇത്രയും നല്ലപോലെ പഠിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദെൻ അടുത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫുൾ വീഡിയോ യൂട്യൂബിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങളത് കാണുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.